ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് പല്ലിലെ കറകൾ പൂർണ്ണമായിട്ടും മാറുകയും പല്ല് നല്ലതുപോലെ വെളുക്കുകയും ചെയ്യുന്നൊരു ടിപ്സാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു വൃത്തിയുള്ള പാത്രം എടുക്കുക. അതിലേക്ക് നമുക്ക് വേണ്ടുന്നത് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയാണ് വേണ്ടുന്നത്. അത് ചെറുതോ വലുതോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാവുന്നതാണ്. ഈ വെളുത്തുള്ളി തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 സ്പൂൺ ഉപ്പാണ് വേണ്ടുന്നത്. ഈ ഉപ്പ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളി മോണരോഗത്തിനൊക്കെ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ പല്ല് വെളുക്കാനായിട്ടും വളരെ ഉപകരിക്കുന്ന ഒന്നാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനായിട്ടുള്ളത് ഒരു നാരങ്ങയാണ്. നാരങ്ങയുടെ പകുതി മതിയാവും. പകുതിയുടെ കുറച്ച് നീര് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഒരുപാട് ഒഴിക്കേണ്ട. അപ്പോൾ അത് പേസ്റ്റും ഈ നാരങ്ങയുടെ വെള്ളവും എല്ലാം കൂടെ വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ വളരെ കുറച്ച് നീര് മാത്രമേ ഉറ്റിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ നാരങ്ങയുടെ നീരും ഉപ്പും വെളുത്തുള്ളി പേസ്റ്റും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ടൂത്ത് പേസ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ കോൾഗേറ്റിൻ്റെതാണ് എടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് സാധാരണയായിട്ട് നിങ്ങൾ പല്ല് തേക്കാനായിട്ട് എത്രയാണോ അളവ് എടുക്കുന്നത് ആ ഒരളവിന് ടൂത്ത് പേസ്റ്റ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ടൂത്ത് പേസ്റ്റും തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതവും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പം 4 ചേരുവകളാണ് നമ്മൾ ചേർത്തേക്കുന്നത്. ഇത് 4ഉം കൂടെ നല്ലതുപോലെ യോജിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. കോൾഗേറ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലതുപോലെ, നിങ്ങളുടെ ഏത് ടൂത്ത് പേസ്റ്റാണോ എടുത്തേക്കുന്നത് അത് ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആവട്ടെ. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി സാധാരണയായിട്ട് നിങ്ങൾ എങ്ങനെയാണോ ബ്രഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു ബ്രഷ് എടുക്കുക. ആ ബ്രഷിലേക്ക് ഇതിൽ നിന്നും അല്പാൽപമായി എടുക്കുക. അതിനുശേഷം പല്ല് നല്ലതുപോലെ ഉരസി പല്ല് തേക്കുക. സാധാരണ നിങ്ങൾ എത്ര സമയമാണോ ബ്രഷ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അതിനെക്കാട്ടിലും കുറച്ചുകൂടെ സമയം അധികം എടുത്തുകൊണ്ട് ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 തവണ മാത്രം ചെയ്താൽ മതിയാകും. പല്ലിലെ കറ പൂർണ്ണമായിട്ടും മാറുകയും പല്ല് നല്ലതുപോലെ വെളുക്കുകയും ചെയ്യും. അപ്പോൾ പല്ലിൽ കറയുള്ള എല്ലാവരും ഈ ഒരു ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും അറിയിക്കാനായിട്ട് മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.